ജയാസിയം ഞാനിന്നൊരു വെജിറ്റേറിയൻ ബൈറ്റ്സ് കൊണ്ട് ഒരു കറി വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അത് എൻ്റെ ആസിയം ഫാമിലി ആയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം ഒരു റെസിപ്പിന്ന്. ബൈറ്റ്സ് എല്ലാവരും വീട്ടിൽ വാങ്ങിക്കുന്നതാണല്ലോ. ഇന്ന് നമുക്ക് ഞാൻ സാധാരണ എന്താ പറയുക കുക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണണ്ടേ? ഓക്കെ, നമുക്ക് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള സാധനങ്ങൾ ഇത് വെജിറ്റേറിയൻ ബൈറ്റ്സ് നമ്മൾ ചെറിയ പീസാക്കിയ ശേഷം നമ്മൾ ആസിയം റൈസ് ബ്രാൻ ഓയിലിൽ ചെറുതായിട്ടൊന്ന് വറുത്ത് കോരിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കൂടാതെ പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി ചെറിയ ടീസ്പൂണിന് ഒരു 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 4 ടീസ്പൂൺ, പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതേപോലെ മല്ലിച്ചപ്പ്, പിന്നെ സവാളയും. ഇത് തേങ്ങ വറുത്തരച്ചതാണ്. ഒരു മുറി തേങ്ങ വറുത്ത് അരച്ച് വെച്ചതാണ്. ഓക്കെ, ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം അല്ലേ? അപ്പോൾ നമ്മളെ റൈസ് ബ്രാൻ ഓയിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. മണ്ണിൻ്റെ ഒരു ചട്ടിയിലാണ് ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത്. സന്ധ്യ ആയതുകൊണ്ട് കുറച്ച് നിഴലൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല അല്ലേ? നമ്മളെ രാത്രിയിലെ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന ബൈറ്റ്സ് കറിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഇഞ്ചി ഇതിനകത്തേക്ക് ഇടുക. ചൂടായി വരുന്നുള്ളൂ. ഇഞ്ചി ഇടുക. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ചെറിയ നെടുക കാക്കി വെച്ചിട്ടുണ്ട്, അതിടുക. അതേപോലെ പച്ചമുളക് ഇത്രയൊന്നും ആവശ്യമില്ല, കുറച്ച് മതി. എരിവ് കൂടുതൽ ആവശ്യമുള്ളത് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. നന്നായി ഒന്ന് ചൂടാക്കാം. കുറച്ചൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച സവാള, ഇത് എനിക്ക് തോന്നുന്നു ഒരു 3 സവാള. വലിയ സവാള ആണെങ്കിൽ 3 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണം, ഇത്രയും മതി അല്ലേ? ഇനി നമ്മൾ ഈ സവാള പെട്ടെന്ന് തന്നെ റെഡി ആവാൻ വേണ്ടി ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ചേർക്കുക. അതുപോലെ തന്നെ ഒരല്പം ഉപ്പുപൊടി ഇതിനകത്ത് ചേർക്കുക. ആ കൂടെ ഈ വഴഞ്ഞു വരുന്ന സവാളേൻ്റെ കൂടെ ഒരല്പം തക്കാളി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായി അടച്ച് മൂടി വെച്ച ശേഷം നമുക്ക് ബാക്കി തുടങ്ങാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാം എന്തായി. ഉള്ളി ഏകദേശം പകുതി വാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് പീസാക്കിയ വെജിറ്റേറിയൻ ബൈറ്റ്സ്, ഇതൊരു ഫുൾ വെജിറ്റേറിയൻ ബൈറ്റ്സിൻ്റെ പാക്കറ്റ് ഉണ്ട്. അത് ഇത്രയും ആവശ്യമില്ല നമ്മൾ കറി വെക്കുന്നത്, കാരണം ഞങ്ങൾ 3 പേരാണ് വീട്ടിൽ നിന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പകുതി മതി. പകുതി ഇതിനകത്തേക്ക് എടുത്തിട്ട് ബാക്കി ഇവിടെ വെക്കും. ബാക്കി നമുക്ക് വേറൊരു ഫ്രൈ ചെയ്യുന്നൊരു വീഡിയോ ഒന്നും ചെയ്യില്ല. ബാക്കി ഞങ്ങൾ നാളെ രാവിലെ ഫ്രൈ ചെയ്യും. ഓക്കെ, നമ്മൾ ഫ്രിഡ്ജിൽ ഒരു ബോക്സ് ചെയ്തിട്ട് വെച്ചേക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ നമ്മൾ ആസിയമിൻ്റെ മല്ലിപ്പൊടി, ഇത് 3ഉം കൂടെ ഇതിനകത്ത് നന്നാക്കി ഒന്ന് ഇളക്കിയ ശേഷം, വെള്ളമൊന്നും ഉപയോഗിക്കേണ്ട, ഓക്കെ. ഇനി നമ്മൾ നന്നാക്കിയത് കുറച്ച് സമയം ഒന്ന് വേവണം, കാരണം പകുതി വേവിലാണ് നമ്മൾ ബൈറ്റ്സ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിം ആക്കിയിട്ട ശേഷം ഒരു 1/4 മണിക്കൂർ സമയം നമ്മൾ അതിനൊന്ന് വേവാൻ വേണ്ടി വിടുക. ഓക്കെ, നമ്മൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിനിടെ ഞാൻ പാകത്തിന് ഉപ്പ് ചേർത്ത് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയും പാകത്തിൽ ഇപ്പോൾ കണ്ടില്ലേ, നല്ല കളറ് നന്നായിട്ട് കഴിഞ്ഞ് ഇത് ഒന്നിച്ച് മിക്സായി കൂടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു തേങ്ങ വറുത്തരച്ച്, നമുക്കറിയാം നല്ല ഒരമുറി തേങ്ങ നന്നാക്കി വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വറുത്തരച്ച് കോഴിക്കറിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ കോഴിക്കറി എല്ലാമെന്നുള്ളൂ, കോഴിനേക്കാൾ വളരെ നല്ല സാധനമാണ്. ഇത് വാങ്ങിച്ചിട്ട് പല ആളുകൾക്കും ഇതെങ്ങനെയൊക്കെ കുക്ക് ചെയ്യാം, ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ട ഒരു ഐഡിയ ഇല്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കുക്ക് ചെയ്യാം. ഇതൊരു റെസിപ്പി മാത്രമാണ്. ഇതൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോഴത്തേക്ക് അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട്, നോക്കിക്കൊള്ളു. ഇതൊന്ന് ഇളക്കിയ ശേഷം നന്നാക്കി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഒരു മഗ്ഗിലൊഴിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് എടുക്കട്ടെ. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു തിളപ്പിച്ചെടുത്ത് വെച്ച വെള്ളം കുറച്ച് പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ, ഒന്ന് തിളപ്പിച്ചെടുത്ത് വെച്ച വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നന്നാക്കി, ഒരുപാട് വേണ്ട, കുറച്ച് നല്ല കട്ടിയിൽ നിൽക്കണം, അതാണ് ഏറ്റവും ടേസ്റ്റ്. വെള്ളം കൂടുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. എങ്ങനെ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. എനിക്കെന്തായാലും ഉണ്ട്, നല്ലൊരു സ്മെല്ല്. ഉപ്പൊക്കെ പാകത്തിലുണ്ടോ എന്ന് ചെറുതായിട്ടൊന്ന് നോക്കട്ടെ അല്ലേ. ഒരല്പം കൂടെ ഉപ്പ് വേണം.